എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ പോർബന്ദർ ജില്ലയിലേക്ക് കയറിയിരിക്കുകയാണ്. മാധവപൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഒരു ചെക്ക് പോസ്റ്റാണിത്. ഇതാണ് പോർബന്ദറിലേക്കുള്ള ഒരു ജില്ലാ ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മളിങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് ഇവിടെ അടഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ നൈറ്റേ ഉള്ളൂ ഇവിടെ ഇതുള്ളൊന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ റെസ്റ്റ് ചെയ്യുവാണ് കുറച്ച് നേരമായിട്ട്. അപ്പോൾ കുഞ്ഞി ഒരുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതേ ഉള്ളൂ. അവിടെ രണ്ട് കശ്മലന്മാർ വന്ന് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇറക്കാത്തത്. അവന്മാരെ ഓടിച്ചു വിട്ടതിന് ശേഷം അവളെ ഒന്ന് ഇറക്കണം, അല്ലെങ്കിൽ അവന്മാർ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇവിടെയെല്ലാം കൃഷിഭൂമിയാണ് കേട്ടോ, ചെറിയ ചെറിയ കൃഷികളാണ്. അങ്ങോട്ടൊക്കെ വയലാണ് കേട്ടോ. ആ കാണുന്നത് മൊത്തം പാടശേഖരം. എന്താ നല്ല കാഴ്ചയല്ലേ. അപ്പം മുരിങ്ങ ചെറിയ മുരിങ്ങയൊക്കെ പൂത്ത് കിടക്കുന്നുണ്ടോ, പൂത്ത് കായൊക്കെ ആയിട്ട് കിടക്കുന്നു. അപ്പം മാധവപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് ഞാൻ കയറിയിരിക്കുകയാണ്, പോർബന്ദർ ജില്ല. അപ്പോൾ ഇനിയൊരു 73 ഇപ്പോൾ ഒരു 3 കിലോമീറ്റർ പോകുന്നു. ഇനിയൊരു 70 കിലോമീറ്റർ, 70 അല്ലെങ്കിൽ 68 കിലോമീറ്റർ, 6 കിലോമീറ്ററോളം പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ദൂരം കൂടി ഇനി ചവിട്ടണം. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇതുണ്ടോ, നീണ്ടു നിവർന്ന് കിടക്കുക, റോഡ് തീരുന്നില്ല. അപ്പോൾ ശരി, നമ്മൾ മാധവപൂരിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മാധവപൂരിലെ കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, നീലക്കടലാണ്. അടിപൊളിയല്ലേ. ഒട്ടകങ്ങളൊക്കെ പാഞ്ഞ് നടക്കുന്നത് കാണാം. ഇവിടെ മുഴുവൻ ഒട്ടകങ്ങളാണ്. ഇതാണ്ട് ഒരാൾ കിടക്കുന്നത്. അതായത് രാജസ്ഥാനോട് അടുത്തുള്ള പ്രദേശമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോർബന്ദറിലേക്കുള്ള യാത്രയിലാണ്. ഇനിയിപ്പം നമുക്ക് പോർബന്ദറിലേക്ക് ഏകദേശം 63 കിലോമീറ്ററാണുള്ളത്. പിന്നെ കടലിനോട് ചേർന്നുള്ള റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിനു മുൻപ് നമ്മളിങ്ങനെ കടലിനോട് ചേർന്നുള്ള റോഡിലൂടെ പോയത് കർണാടകത്തിലാണ്. നല്ല തരിമണലുമായിട്ടുള്ള കടൽപ്പുറമാണ്. നമ്മുടെ നാട്ടിലെ പോലെയുള്ള തിരയാണ്. ഉള്ളിൽ കരിങ്കല്ലില്ലാത്ത ഭാഗമുള്ള കടലാണ്. അതുകൊണ്ടാണ് തിര കയറി വരുന്നത്. അപ്പോൾ അതിലെയൊക്കെ നമുക്ക് മത്സ്യബന്ധന ബോട്ടുകൾ പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ മാധവപൂരിൽ നിന്നും നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഒട്ടകങ്ങളിലൊക്കെ സവാരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന കാഴ്ചകൾ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കടലാണ്. അറബിക്കടലിൻ്റെ ഇന്ത്യയോട് ചേർന്നുള്ള തീരുന്ന ഭാഗങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്.